ഹായ് ഫ്രണ്ട്സ്, കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ ഒരു സുഹൃത്തായിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു 30 വർഷത്തിലധികം ഫിനാൻഷ്യൽ സർവീസസ് മേഖലയിൽ പല വലിയ കമ്പനികളിലെ മാനേജറായിട്ടും അങ്ങനെയുള്ള ഡിഫറെൻറ്റ് മേഖലയിൽ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, ലോക സമ്പത്തിൻ്റെ 90% വെറും 10% ആളുകളുടെ പക്കലും, ബാക്കി 10%-ത്തിനു വേണ്ടിയാണ് 90% ജനങ്ങളും പണിയെടുത്തുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞു. അതിന് ഏറ്റവും പ്രധാനമായി അദ്ദേഹം ചൂണ്ടിക്കാണിച്ച 3 കാരണങ്ങളാണ്. അതാണ് ഇന്നേ ദിവസത്തെ ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. നിരവധി പേർക്ക് വളരെ ഉപകാരപ്രദമായേക്കുന്ന ഈ വീഡിയോ താങ്കൾക്ക് സാധ്യമായ എല്ലാ സോഷ്യൽ മീഡിയയിലൂടെ ഷെയർ ചെയ്യുവാൻ ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. അതോടൊപ്പം താങ്കൾക്ക് ഞങ്ങളുടെ നിക്ഷേപ സംബന്ധമായ സേവനങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ ഈ വീഡിയോക്ക് മുകളിൽ കൊടുത്തിരിക്കുന്ന ആ നമ്പറിൽ താങ്കൾക്ക് കോൾ ചെയ്തോ വാട്സാപ്പ് വഴിയോ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. Once again, welcome back to the Thommichan Tips, powered by Diaz Academy. My name is Primson Diaz. തോമിച്ചൻ ടിപ്സ് എന്ന ഫിനാൻഷ്യൽ വീഡിയോ ബ്ലോഗിൻ്റെ പുതിയ എപ്പിസോഡുമായി നിങ്ങളുടെ മുമ്പിൽ വരുവാൻ എന്നെ അനുവദിച്ച ദൈവത്തിന് നന്ദി. എന്തുകൊണ്ട് ബഹുഭൂരിപക്ഷവും സമ്പന്നരാകുന്നില്ല എന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ ഘടകം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏണിംഗ് മണി എന്നത് വളരെ ഡിഫിക്കൽട്ടാണ് എന്നതാണ്. അതായത് പണം സമ്പാദിക്കുക എന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പോൾ എൻ്റെ വ്യക്തിപരമായ ഒരു ജീവിതം നോക്കുകയാണെങ്കിൽ ഏകദേശം 20 വർഷം മുമ്പ് ഞാൻ ആദ്യമായിട്ട് ഒരു ബിസിനസ് മേഖലയിലേക്ക് കടന്ന സമയത്ത് എൻ്റെ ഏറ്റവും ആദ്യത്തെ ഒരു 5 വർഷത്തെ ഇൻകം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കില്ല, അത്രയ്ക്കും വളരെ ചെറിയൊരു വരുമാനമാണ് എൻ്റെ ഏറ്റവും ആദ്യത്തെ 5 വർഷം കൊണ്ട് എനിക്ക് ഏൺ ചെയ്യാൻ സാധിച്ചത്. ഇന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം നമ്മളിൽ പലരും തന്നെ ഇപ്പോൾ അന്ന് ഞാൻ ആയിരുന്ന ഒരു അവസ്ഥയിൽ, അതായത് വരുമാനം ഏൺ ചെയ്യുന്നത് വളരെ ഡിഫിക്കൽട്ടാണ്. ഇപ്പോൾ സപ്പോസ് ഇപ്പോൾ താങ്കൾക്കിപ്പോൾ ഒരു 20,000 അല്ലെ 30,000 റുപ്പീസ് വരുമാനം ഉണ്ടെങ്കിൽ അതിൽ നിന്ന് ഇപ്പം നമ്മളെ സംബന്ധിച്ച് ഒരു 5,000 റുപ്പീസ് എക്സ്ട്രാ അല്ലെങ്കിൽ ഈവൻ ഒരു 1,000 റുപ്പീസ് എക്സ്ട്രാ ഏൺ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയ്ക്കും ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ല. അന്നും ഞാനും ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയൊരു ചലഞ്ച് അത് തന്നെയാണ്. പക്ഷേ ദൈവാനുഗ്രഹത്താൽ ആ സമയത്ത് റിച്ച് ഡാഡ് പുവർ ഡാഡ് എന്ന ബുക്ക് വായിക്കാനും അതിലെ ഒരു ക്യാഷ് ഫ്ലോ ക്വാഡ്രന്റിനെ കുറിച്ച് മനസ്സിലാക്കാനും ഇപ്പം നമ്മളെ സംബന്ധിച്ച് ഇങ്ങനത്തെ ഒരു അവസ്ഥ മാറണമെങ്കിൽ ഒരു ഡിഫറൻറ്റ് സോഴ്സിലൂടെ പ്രത്യേകിച്ച് ഒരു പാസീവ് ഇൻകം ജനറേറ്റ് ചെയ്യണം എന്നെല്ലാം മനസ്സിലാക്കാൻ സാധിച്ചു. അപ്പോൾ അന്ന് മുതൽ ഞാൻ ഓരോ കാര്യം ചെയ്യുമ്പോഴും ഒരു പാസീവ് ഇൻകം ജനറേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഞാൻ മാക്സിമം പരിശ്രമിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ അതിൻ്റെ എല്ലാം ഒരു ഫലമായിട്ട് ഇന്ന് നോക്കുന്ന സമയത്ത് ഈവൻ ഇപ്പോൾ എന്നെ സംബന്ധിച്ച് ഒരു മൾട്ടിപ്പിൾ റിസോഴ്സിലൂടെ എനിക്ക് വരുമാനമുണ്ട്. പിന്നെ ഈവൻ ഞാനിപ്പോൾ ഒന്നും ചെയ്തില്ലെങ്കിലും എനിക്കൊരു ഇൻകം ജനറേറ്റ് ചെയ്യാവുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരാൻ സാധിച്ചു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം നമ്മളെ സംബന്ധിച്ച് ഏണിംഗ് മണി എന്നത് വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു സിറ്റുവേഷനിലേക്ക് നമ്മൾ എത്തിച്ചേരാതിരിക്കണമെങ്കിൽ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നമുക്ക് മൾട്ടിപ്പിൾ റിസോഴ്സിലൂടെ വരുമാനം ജനറേറ്റ് ചെയ്യാൻ സാധിക്കണം. അതോടൊപ്പം തന്നെ ആവുന്നത് നമുക്ക് പാസീവ് ഇൻകം, അതായത് നമ്മളുടെ ഇൻവോൾവ്മെൻ്റ് ഇല്ലാതെ തന്നെ നമുക്ക് ഇൻകം ജനറേറ്റ് ചെയ്യാവുന്ന ഒരു അവസ്ഥയിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഏണിംഗ് മണി എന്നത് നമുക്ക് കുറച്ചും കൂടി എളുപ്പത്തിലാക്കി മാറ്റുവാൻ സാധിക്കുകയുള്ളൂ. രണ്ടാമതായിട്ട് സ്പെൻഡിങ് മണി എന്നത് വളരെ ഈസിയാണ് എന്നതാണ്. അതായത് പണം ചെലവഴിക്കാൻ ഇപ്പം നമുക്ക് വളരെ ഈസിയാണ്. ഇപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഏണിംഗ് മണി, അതായത് നമ്മൾ വരുമാനം ഏൺ ചെയ്യുന്നത് ഒരു സോഴ്സിലൂടെയാണെങ്കിൽ നമ്മൾ വരുമാനം ചെലവഴിക്കുന്നത് ഡിഫറെൻ്റ് ആയിട്ടുള്ള സോഴ്സിലൂടെ, ഇപ്പോൾ ഹൗസ് ഹോൾഡ് എക്സ്പെൻസ്, ഇപ്പോൾ ഷോപ്പിങ്സ്, യൂട്ടിലിറ്റി ബിൽസ്, ഈ തരത്തിലുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള പല സോഴ്സിലൂടെയാണ് നമ്മൾ ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ച് ഇത് നമുക്ക് വലിയൊരു ത്രെട്ട് തന്നെയാണ്. ഇപ്പോൾ നമുക്ക് കറക്റ്റ് ഇപ്പോൾ നമുക്കൊരു ബഡ്ജറ്റിംഗ് ഒന്നും ഇല്ലാതെ നമ്മൾ ജീവിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നോർമൽ സിറ്റുവേഷനിൽ നമ്മൾ വരുമാനത്തേക്കാൾ കൂടുതൽ സ്പെൻഡ് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. എന്താണ് ഇതിനൊരു പരിഹാരം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു വ്യക്തമായിട്ട് ഒരു ബഡ്ജറ്റിംഗ് ചെയ്യുക എന്നതാണ്. അതായത് ഇപ്പോൾ നമ്മൾ വരുമാനത്തിൻ്റെ ഒരു സർട്ടൻ പെർസെൻറ്റേജ്, ഇപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഒരു 50% അല്ലെങ്കിൽ 60% നമ്മളൊന്ന് ഒരു ലിമിറ്റ് വെച്ചതിന് ശേഷം ഈ ഒരു ബഡ്ജറ്റ് തയ്യാറാക്കിയതിന് ശേഷം ആ ബഡ്ജറ്റ് അനുസരിച്ച് നമ്മൾ ജീവിക്കുക. ഇപ്പം ഞാൻ നേരത്തെ ഇതിനു മുൻപ് ഒരു വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്, നമ്മളെ സംബന്ധിച്ച് നമുക്ക് ചെലവഴിക്കേണ്ട തുകകളെല്ലാം നമ്മളൊരു സെപ്പറേറ്റ് ഒരു ബാങ്ക് അക്കൗണ്ടിലേക്ക് മാറ്റിയതിന് ശേഷം ആ ഒരു ബാങ്ക് അക്കൗണ്ടിലുള്ള തുകയിൽ നമ്മൾ എക്സ്പെൻസ് എല്ലാം നമുക്ക് കൺട്രോൾ ചെയ്യാൻ നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ നമ്മളെ സ്പെൻഡിങ്ങിനെ ഒരു പരിധി വരെ ഇപ്പം നമ്മളെ സംബന്ധിച്ച് നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. അല്ലാതെ വരുമാനം എത്ര ഏൺ ചെയ്ത് കഴിഞ്ഞാലും അതിനേക്കാൾ കൂടുതൽ നമുക്ക് സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കാരണവശാലും ഇപ്പം നമ്മളെ സംബന്ധിച്ച് നമുക്ക് സമ്പന്നരാകാൻ സാധിക്കില്ല. ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം വലിയ കോടീശ്വരന്മാർ തന്നെ, ഇപ്പം നമുക്കറിയാം വിജയ് മല്യ, ഈ തരത്തിലുള്ള പല കോടീശ്വരന്മാരെല്ലാം തകർന്ന് തരിപ്പണമാകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം
അവരെ സംബന്ധിച്ച് അവരുടെ ഏണിങ്സിനെയൊക്കെ കൂടുതൽ സ്പെൻഡ് ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു മനോഭാവമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വരുമാനം ഏൺ ചെയ്യുക, മൾട്ടിപ്പിൾ സോഴ്സിലൂടെ ഏൺ ചെയ്യുക എന്നതിനോടൊപ്പം തന്നെ വളരെ പ്രാധാന്യമർഹിക്കുന്ന മറ്റൊരു ഘടകമാണ് നമ്മളെ സ്പെൻഡിങ്ങിനെ കൺട്രോൾ ചെയ്യുക എന്നത്. മൂന്നാമത്തെ ഘടകം നോ ഇൻവെസ്റ്റ്മെൻറ്റ് ഹാബിറ്റ്സ് എന്നതാണ്. അതായത് ഒരുമിക്ക മലയാളികൾക്ക് തന്നെ എന്താണ് ഇൻവെസ്റ്റ്മെൻറ്റ്, എന്താണ് സേവിങ്സ് എന്നതുപോലും അറിയാൻ പാടില്ല. ഒരു നിക്ഷേപത്തെ ശരിക്കും ഒരു നിക്ഷേപം, അതായത് ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയണമെങ്കിൽ അതിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യാൻ സാധിക്കണമെന്നാണ്. ഇപ്പോൾ ലോകത്തിലുള്ള എല്ലാ രാജ്യങ്ങളിലും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാവുന്ന ഒരു കാര്യം ബാങ്ക് FD, പിന്നെ അതോടൊപ്പം തന്നെ ഇൻഷുറൻസ് പോളിസി, പിന്നെ ഇപ്പം നമ്മുടെ നാട്ടിലാണ് ഈ ചിട്ടി ഫണ്ടുകൾ. ഇതിനൊന്നും ഈ ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യാനുള്ള കേപ്പബിലിറ്റീസ് ഇല്ല. പക്ഷേ മലയാളികൾ എവിടെയാണ് ഏറ്റവും കൂടുതൽ തുക ഡിപ്പോസിറ്റ് ചെയ്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഡിപ്പോസിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ബാങ്ക് ഡിപ്പോസിറ്റിൻ്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ സേവിങ്സ് അക്കൗണ്ടും അതോടൊപ്പം തന്നെ ഡിപ്പോസിറ്റ് എല്ലാം കൂടി ഏകദേശം 6 ലക്ഷം കോടി രൂപയോളം മലയാളികൾ ബാങ്കുകളിൽ ഡിപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് കണക്കുകൾ പറയുന്നത്. പക്ഷേ ഈവൻ നമുക്ക് ഇൻഫ്ലേഷൻ ബീറ്റ് ചെയ്യാൻ കേപ്പബിലിറ്റീസ് ഉള്ള ഇപ്പോൾ മ്യൂച്വൽ ഫണ്ട് പോലെയുള്ള ഒരു നിക്ഷേപങ്ങളിൽ വെറും 40,000 കോടി രൂപ മാത്രമേ ഉള്ളൂ. അതായത് 15 രൂപ ബാങ്കിൽ ഡിപ്പോസിറ്റ് ചെയ്യുമ്പോൾ ഒരു മലയാളി മ്യൂച്വൽ ഫണ്ട് പോലെയുള്ള നിക്ഷേപങ്ങളിൽ നിക്ഷേപിക്കുന്നത് വെറും 1 രൂപ മാത്രമാണ്. അതേസമയം ഇപ്പം നമ്മളെ സംബന്ധിച്ച് ഡൽഹി, ഇപ്പം മഹാരാഷ്ട്ര പോലെയുള്ള സംസ്ഥാനങ്ങളെല്ലാം നോക്കിക്കഴിഞ്ഞാൽ അവിടെ എല്ലാം നമുക്ക് നേരെ തിരിച്ചാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യാൻ സാധിക്കുന്ന നിക്ഷേപങ്ങളിൽ നിക്ഷേപിക്കുന്നത് വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ വരുമാനത്തിൻ്റെ ഏറ്റവും ചുരുങ്ങിയത് ഒരു 30% തുകയെങ്കിലും ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യാൻ കേപ്പബിലിറ്റീസ് ഉള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് നിക്ഷേപിക്കാൻ നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഇപ്പം നമ്മളെ സംബന്ധിച്ച് നമുക്ക് ഒരു സമ്പന്നനാകുക എന്നൊരവസ്ഥയിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ ലോകത്തിൽ വളരെ സമ്പന്നരായിട്ടുള്ള വ്യക്തികളൊന്നും അവർ ബാങ്കിൽ ഡിപ്പോസിറ്റ് ചെയ്തിട്ടൊന്നുമല്ല അവർ ആ ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നത്. അവരെ സംബന്ധിച്ച് അവരുടെ നിക്ഷേപങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഷെയർസിലും മ്യൂച്വൽ ഫണ്ട്സിലും റിയൽ എസ്റ്റേറ്റിലും അങ്ങനെ ഡിഫറൻ്റ് ആയിട്ട്, അതായത് ഇൻഫ്ലേഷൻ ബീറ്റ് ചെയ്യാൻ കേപ്പബിലിറ്റീസ് ഉള്ള നിക്ഷേപ മാർഗങ്ങളിലാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് നമുക്ക് സമ്പന്നരാവണമെങ്കിൽ ഈ തരത്തിലുള്ള നിക്ഷേപങ്ങൾ ഒഴിവാക്കുക എന്നത് അപ്രാപ്യമായ ഒരു കാര്യം തന്നെയാണ്. ഇന്നത്തെ ദിവസത്തെ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കിയത്, അതായത് എന്തുകൊണ്ട് 90% ജനങ്ങളുടെ പക്കൽ വെറും 10% സമ്പത്ത്, അതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട 3 കാരണങ്ങളാണ് മനസ്സിലാക്കിയത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ ഘടകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണം സമ്പാദിക്കുക എന്നത് വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു കാര്യമാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണം ചെലവഴിക്കുക എന്നത് വളരെ ഈസി ആയിട്ടുള്ളൊരു കാര്യമാണ്. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയായ രീതിയിൽ നിക്ഷേപിക്കുന്ന ഒരു ശീലം ശരിയായ രീതിയിൽ നമ്മൾ ശീലിച്ചിട്ടില്ല എന്നത് തന്നെയാണ്. ഈ 3 കാര്യങ്ങൾ ശരിയായ രീതിയിൽ ഒരു ഓർഗനൈസ്ഡ് വേയിലേക്ക് നമുക്ക് മാറ്റാൻ സാധിച്ചാൽ നമുക്കും സമ്പന്നനാകാൻ സാധിക്കുമെന്നത് 100% ഉറപ്പായിട്ടുള്ളൊരു കാര്യമാണ്. ഈ വീഡിയോ താങ്കൾക്ക് ഉപകാരപ്രദമായെങ്കിൽ താങ്കളെല്ലാ സുഹൃത്തുക്കളും ഷെയർ ചെയ്യുവാൻ ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. അതോടൊപ്പം ഞങ്ങളെ നിക്ഷേപ സംബന്ധമായ സേവനങ്ങളെക്കുറിച്ച് താങ്കൾ കൂടുതൽ അറിയണമെങ്കിൽ ഈ വീഡിയോക്ക് മുകളിൽ കൊടുത്തിരിക്കുന്ന ആ നമ്പറിൽ താങ്കൾക്ക് വാട്സാപ്പ് വഴിയോ കോൾ ചെയ്തോ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. എല്ലാ ആഴ്ചകളിലും ഞങ്ങൾ പബ്ലിഷ് ചെയ്യുന്ന വീഡിയോകളെല്ലാം താങ്കൾക്ക് കൃത്യസമയത്ത് ലഭിക്കുക ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും നോട്ടിഫിക്കേഷന് വേണ്ടി ബെൽ ബട്ടൺ ആക്ടിവേറ്റ് ചെയ്യുവാനും ഞങ്ങളുടെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുവാനും ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. അടുത്ത ആഴ്ച സാമ്പത്തിക മേഖലയിലെ പുത്തൻ വിശേഷവുമായി തൊമ്മിച്ചൻ ടിപ്സിൽ നമുക്ക് കാണാം. നന്ദി, നമസ്കാരം.